ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ധാന്യകത്തെ പറ്റിയാണ്. ശരീരത്തിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ധാന്യകമാണ്. ധാന്യകത്തിലെ പ്രധാന മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ധാന്യകത്തിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും അനുപാതം 2:1 ആണ്. ധാന്യകത്തിന്റെ വിവിധ രൂപങ്ങളാണ് അന്നജം, പഞ്ചസാര, സെല്ലുലോസ്, ഗ്ലൂക്കോസ് എന്നിവ. പ്രായപൂർത്തിയായ ഒരാളിന് ഒരു ദിവസം ആവശ്യമായ ധാന്യകത്തിന്റെ അളവ് 500 ഗ്രാം ആണ്. കായിക താരങ്ങൾക്ക് പെട്ടെന്ന് ഊർജം ലഭിക്കുവാനായി നൽകുന്ന പോഷണമാണ് ധാന്യകം. അന്നജത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്ലൂക്കോസ് ആണ്. മസ്തിഷ്കത്തിന് ഊർജം നൽകുന്ന ആഹാര ഘടകം ഗ്ലൂക്കോസ്. ദഹിക്കാത്ത ധാന്യകം എന്നറിയപ്പെടുന്നത് സെല്ലുലോസ് ആണ്. അനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത് ഗ്ലൈക്കോജനെയാണ്. സാധാരണയായി ജന്തുക്കളിൽ ധാന്യകം സംഭരിക്കപ്പെടുന്നത് ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. അതിനാലാണ് ഇതിനെ അനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത്. ആഹാരത്തിൽ അന്നജത്തിന്റെ സാന്നിധ്യം അറിയുവാനുള്ള ടെസ്റ്റ് അയഡിൻ ടെസ്റ്റ് ആണ്. അന്നജം അയഡിൻ ലായനിയുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന നിറം കടും നീല നിറമാണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം അറിയാനുള്ള ടെസ്റ്റാണ് ബെനഡിക്റ്റ് ടെസ്റ്റ്. ബെനഡിക്റ്റ് ടെസ്റ്റിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ലഭിക്കുന്ന നിറം ബ്രിക്ക് റെഡ് കളറാണ്. സസ്യങ്ങളിൽ അന്നജത്തിന്റെ രൂപത്തിലാണ് ധാന്യകം സംഭരിക്കപ്പെടുന്നത്. ധാന്യങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയിൽ ധാന്യകം അടങ്ങിയിരിക്കുന്നതും അന്നജത്തിന്റെ രൂപത്തിലാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മാംസ്യത്തെ പറ്റി നോക്കാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.